സമഗ്ര ശിക്ഷ കേരളം നടത്തുന്ന സംസ്ഥാന പഠനോത്സവം വേദിയിലും സദസ്സിലുമുള്ള എല്ലാവരുടെ അനുഭവത്തോടു കൂടി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സമഗ്ര ശിക്ഷ കേരളം 2023-24 അധ്യയന വർഷത്തേക്ക് നമ്മുടെ വിദ്യാലയങ്ങളിൽ ശ്രദ്ധേയമായ ഒരു പഠനോത്സവം സംഘടിപ്പിക്കുകയാണ്. കേരളത്തിലെ നമ്മുടെ പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി വിലയിരുത്തുന്നതിനും അവയുടെ സമഗ്രമായ പ്രവർത്തനങ്ങൾക്കും ഈ ഉത്സവം ഒരു അതുല്യ അവസരമാണ്. അക്കാദമിക് യാത്രയിലുടനീളം നമ്മുടെ കുട്ടികൾ നേടിയെടുക്കുന്ന അറിവ്, കഴിവുകൾ, മനോഭാവങ്ങൾ എന്നിവയിൽ വേരൂന്നിയ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഈ സംരംഭം അവരുടെ വളർച്ചയുടെയും നേട്ടങ്ങളുടെയും ആഘോഷമാണ്. അധ്യയന വർഷത്തിന്റെ അവസാനത്തിൽ നമ്മുടെ കുട്ടികൾക്കൊരു പഠനോത്സവ ദിനത്തിൽ സജീവമായി പങ്കെടുക്കുവാൻ അവസരം ലഭിക്കുന്നു. കേവല അക്കാദമിക നേട്ടങ്ങൾ മാത്രമല്ല, ഓരോ കുട്ടിയുടെയും സമഗ്രമായ വികസനം കൂടി കാണിക്കുന്നതിനാണ് ഈ പരിപാടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നമ്മുടെ വിദ്യാർത്ഥികളുടെ അക്കാദമിക നേട്ടങ്ങൾ, വ്യക്തിഗത വളർച്ച, യോഗ്യതകൾ എന്നിവ അംഗീകരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ദിനമാണിന്ന്. പഠനോത്സവത്തിൽ നിന്ന് പ്രവേശനോത്സവത്തിലേക്ക് നാം മാറുമ്പോൾ പഠനോത്സവം വിദ്യാഭ്യാസ രംഗത്തെ നിർണായകമായ മുഹൂർത്തമായി മാറുകയാണ്. സംസ്ഥാനത്തുടനീളം 11,319 സ്കൂളുകളിലും പഠനോത്സവം നടക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളുകളിലുടനീളം ഈ പഠനോത്സവത്തിന്റെ നടത്തിപ്പിനായി മൊത്തം 4 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. പാഠപുസ്തകങ്ങൾക്കപ്പുറമുള്ള വിദ്യാഭ്യാസം പരിപോഷിപ്പിക്കുന്നതിനുള്ള നമ്മുടെ സമർപ്പണത്തെ ഇത് പ്രതിഫലിപ്പിക്കുന്നു. നമ്മുടെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മുഴുവൻ വിദ്യാഭ്യാസ സമൂഹത്തിന്റെയും കൂട്ടായ പ്രയത്നത്തിന്റെ സാക്ഷ്യപത്രമായ ഈ പഠനോത്സവം ഒരു പുതു സംരംഭമാണ്. ഇത്തരത്തിൽ നിരവധി സംരംഭങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉണ്ടാകുന്നുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം ഇവിടുത്തെ കുട്ടികളുടെ രക്ഷകർത്താക്കൾ കൂടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. തൻ്റെ മക്കളുടെ കഴിവും ശേഷിയും നന്നായി തന്നെ പ്രകടിപ്പിക്കുന്നത് കാണുവാനും മനസ്സിലാക്കുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയും ഇത് ഉതകുമെന്ന് ഞാൻ കരുതുന്നു. എല്ലാ പിന്തുണയും സഹായവുമാണ് ഗവൺമെന്റ് ഈ കുട്ടികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഞങ്ങൾ അറിയിക്കുന്നു. ഓരോ കുട്ടിയുടെയും കഴിവ് എങ്ങനെ പുറത്തെടുക്കാൻ വേണ്ടി കഴിയും, ആ ഒരു പ്രയത്നമാണ് ഞങ്ങൾ നടത്തുന്നത്. അതിന് രക്ഷകർത്താക്കളുടെ എല്ലാ പിന്തുണയും സഹായവും പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.